പറയും വിളക്കുമായി ആറാട്ട് കഴിഞ്ഞെത്തിയ തിരുനക്കരത്തേവരുടെ അനുഗ്രഹം തേടി ദേശവഴികളിൽ ഭക്തസമൂഹത്തിന്റെ എതിരേൽപ്പ്. കോട്ടയം കാരാപ്പുഴ അമ്പലക്കടവ് ദേവീക്ഷേത്രത്തിലെ ആറാട്ടിന് ശേഷമാണ് ദേശവഴികൾക്ക് ദർശന സായുജ്യമായി തിരുനക്കരയപ്പന്റെ എഴുന്നള്ളത്ത് നടന്നത്. ദേശവഴികൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞാണ് കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുനക്കരത്തേവരുടെ ആറാട്ട് നടന്നത്. കാരാപ്പുഴ അമ്പലക്കടവ് ദേവീക്ഷേത്രത്തിലെ ആറാട്ടുകടവിലായിരുന്നു തിരുനക്കരയപ്പന്റെ ആറാട്ട് നടന്നത്. തന്ത്രി പ്രതിനിധി മനോജ് നമ്പൂതിരി, തിരുനക്കര മഹാദേവ ക്ഷേത്രം മേൽശാന്തി മറിയപ്പള്ളി അണലക്കാട്ടില്ലം AK കേശവൻ നമ്പൂതിരി എന്നിവരുടെ പ്രധാന കാർമ്മികത്വത്തിലായിരുന്നു ആറാട്ട് നടന്നത്. തുടർന്ന് വൈകിട്ട് 6:30 ദേശവഴികൾക്ക് അനുഗ്രഹ പുണ്യം ചുരിഞ്ഞ് തിരുനക്കരയപ്പന്റെ തിരിച്ചെഴുന്നള്ളിപ്പും ആരംഭിച്ചു. മാളികപ്പീടിക ജംഗ്ഷനിലായിരുന്നു ആറാട്ടിന് ആദ്യ വരവേൽപ്പൊരുക്കിയത്. നിറപറയും നിലവിളക്കുമേന്തി ഗജവീരന്മാർക്കൊപ്പം എഴുന്നള്ളിയ തിരുനക്കര തേവർക്ക് മുമ്പിൽ ഭക്തസമൂഹം ശിവസ്തുതികളുമായി തേവരെ വരവേറ്റു. തിരുവാതുക്കൽ, എരുത്തിക്കൽ, ഭീമൻപടി തുടങ്ങിയിടങ്ങളിലും ഭക്തിസാന്ദ്രമായ വരവേൽപ്പാണ് തിരുനക്കരയപ്പന് നൽകിയത്. കാരാപ്പുഴ പാലത്തിന് സമീപമായിരുന്നു യൂണിയൻ ക്ലബ്ബ് ഭാഗത്തുനിന്നുള്ളവരുടെ സ്വീകരണം ഒരുക്കിയത്. തെക്കുംഗോപുരം കവലയിൽ തുടർന്ന് എത്തിയപ്പോൾ വലിയ ദീപക്കാഴ്ചയും മേളവും കരകാട്ടവും ഒരുക്കിയായിരുന്നു ആറാട്ട് എതിരേൽപ്പ് നടന്നത്. പിന്നീട് ഗാന്ധി സ്ക്വയർ, ടെമ്പിൾ റോഡ്, ഗണപതി കോവിൽ തുടങ്ങിയിടങ്ങളിലും സ്വീകരണം ഒരുക്കി. പുലർച്ചെയോടെയാണ് തിരിച്ചെഴുന്നള്ളിപ്പ് പൂർത്തിയാക്കി തിരുനക്കരയപ്പൻ ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിയത്. തുടർന്ന് കൊടിയിറക്കോടെ ഈ വർഷത്തെ തിരുവുത്സവത്തിനും സമാപനമായി. ACV ന്യൂസ്, കോട്ടയം.